അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 1ാം പ്രതി ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. 2ാം പ്രതി സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജാതിയുടെ പേരിൽ നിതിൻ രാജിനെ അപമാനിച്ചതിന് തെളിവില്ല എന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ റാമിന്റെ പെരുമാറ്റം മോശമായിരുന്നുവെന്നും അത് ജാതിയെ അടിസ്ഥാനമാക്കി ഉള്ളതല്ല എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. നിതിൻ രാജ ലോണാപ്പുകാരുടെ ഭീഷണി കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായ സൈബർ പരാതിയെക്കുറിച്ചുള്ള ഭയവുമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം നിതിൻ രാജിനെ കൂട്ടവിചാരണ ചെയ്യുമ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിക്ക് സമീപം റാമിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിനാൽ റാമിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ഏതായാലും അദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുകയാണ്. 2ാം പ്രതി സംഗീത നമ്പ്യാർക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും ലഭ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. സംഗീതയ്ക്ക് ജാമ്യം നൽകിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നിതിൻ രാജിന്റെ അച്ഛൻ രാജൻ പറഞ്ഞു. പക്ഷേ ഇതിൽ ഞാനും എന്റെ കുടുംബവും ഒട്ടും തൃപ്തരല്ല. സംഗീത കുറ്റവാളി തന്നെയാണ്. പോലീസ് എല്ലാം ഒത്തുകളിക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഡോക്ടർ റാം ഹൈക്കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, കാസർഗോഡ്.